മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഒരാണ്ട് തികയാണ്. സർക്കാരിൻ്റെ സർക്കാരിൻ്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് വന്നത് 772 കോടിയാണ് ഇതിനോടകം. അതെ. അവിടുത്തെ ജനങ്ങൾ സർക്കാരിൻ്റെ പുനരധിവാസ നടപടികൾക്ക് എത്രത്തോളം തൃപ്തരാണ്? ഒട്ടും തൃപ്തരല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത് 1 വർഷം പൂർത്തിയാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒഴുകിയെത്തിയത് 772 കോടി രൂപയാണ്. വളരെ ചെറിയൊരു തുകയല്ല അത്. അപ്പോൾ അത് 772 കോടി രൂപ വന്നെങ്കിലും ദുരിതബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ നിർമ്മാണം പൂർത്തിയായത് ഒരു മാതൃകാ വീട് മാത്രമാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക അത്. അപ്പോൾ പല വിധത്തിലുള്ള നിയമക്കുരുക്കുകളാണ് നിർമ്മാണം വേഗത്തിലാകാതിരിക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ദുരന്തത്തിൽ താൽക്കാലിക പുനരധിവാസത്തിന് സൗകര്യമൊരുക്കിയ സർക്കാർ എത്രയും വേഗം സ്ഥിര പുനരധിവാസം വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് എല്ലാം മെല്ലെ പോക്കിലാണ്. ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിനായി കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് നിർമ്മാണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ദുരിതബാധിതർക്ക് താൽക്കാലിക താമസത്തിന് വാടകയും ദിവസം 300 രൂപ എന്ന നിരക്കിൽ സർക്കാർ നൽകുന്നുണ്ട്. എന്നാൽ എന്നുവരെ ഇങ്ങനെ ചിതറി കഴിയുമെന്നാണ് ദുരന്തബാധിതർ ചോദിക്കുന്നത്. അവർക്കുള്ള വാടക കൊടുക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സ്വന്തമായൊരു കെട്ടിടം എന്ന നിലയിലേക്ക്, പലരും ഈ പറഞ്ഞതുപോലെ ലോണൊക്കെ എടുത്ത് വെച്ച വീടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ മുണ്ടക്കൈക്കാരെ പുനരധിവസിക്കുന്നതിലേക്കായി ലോകത്തുള്ള മലയാളികൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമെയ് മറന്ന് നൽകിയത് 772 കോടി രൂപയാണ്. എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിലുണ്ടായ നിയമക്കുരുക്കും കാലാവസ്ഥാ പ്രശ്നങ്ങളുമാണ് വീട് നിർമ്മാണം വൈകുന്നതിന് കാരണമായി സർക്കാർ പറയുന്നത്. അതേസമയം ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന് കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ സർക്കാർ തയ്യാറാക്കുന്ന ടൗൺഷിപ്പിലെ മാതൃകാ വീടിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. വീടിൻ്റെ നിലമൊരുക്കൽ പൂർത്തീകരിച്ച് ടൈൽസ് പാകുന്ന പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. ടൗൺഷിപ്പിൽ ഒരുങ്ങുന്ന മാതൃകാ വീടിൻ്റെ നിർമ്മാണം 30ഓടെ പൂർത്തീകരിക്കുമെന്നാണ് കരുതുന്നത്. ശൗചാലയം, സിറ്റൗട്ട്, അടുക്കള, സ്ലാബ് സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികൾ മാത്രമാണ് ഇനി ചെയ്ത് തീരാനുള്ളത്. കാലാവസ്ഥ അനുകൂലമെങ്കിൽ വീടിൻ്റെ പെയിൻ്റടി തുടങ്ങുമെന്ന് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റി പ്രതിനിധികൾ അറിയിച്ചു. ജില്ലയിൽ തുടർച്ചയായി പെയ്യുന്ന മഴയിൽ വീടിൻ്റെ ചുമരുകൾ നനയുന്നത് പെയിൻ്റടിക്ക് പ്രതിസന്ധിയായിരിക്കുകയാണ്. ഹീറ്റർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചുമർ ചൂടാക്കിയ ശേഷം പുട്ടിയും പെയിൻറ്റും അടിക്കാനാണ് തീരുമാനം. 7 സെൻറ്റിൽ 1000 ചതുരശ്ര അടിയിൽ ഒറ്റ നിലയിൽ പണിതീരുന്ന വീട് ഭാവിയിൽ ഇരുനില നിർമ്മിക്കാനുള്ള അടിത്തറയോടെയാണ് തയ്യാറാക്കിയത്. 2 കിടപ്പുമുറി, സിറ്റൗട്ട്, ലിവിംഗ്, സ്റ്റഡി റൂം, ഡൈനിങ്, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവയാണ് മാതൃകാ വീട്ടിൽ പൂർത്തിയാക്കുന്നത്. 5 സോണുകളിലായി 410 വീടുകളാണ് ടൗൺഷിപ്പിൽ ഒരുങ്ങുന്നത്. ഏപ്രിൽ 16-നാണ് ടൗൺഷിപ്പിൽ മാതൃകാ വീടിൻ്റെ നിർമ്മാണം തുടങ്ങിയത്. പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കും വിധമുള്ള വീടുകളാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിനിടെ വയനാട് ദുരിതബാധിത മേഖലയിലെ പാടികൾ താമസിച്ചിരുന്ന പലരും ഇപ്പോഴും പുനരധിവാസ പട്ടികയ്ക്ക് പുറത്താണ്. ദുരന്തബാധിതർക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും തുടർന്നുള്ള ജീവിതം ദുരിതത്തിലാകുമെന്ന ആശങ്കയിലാണ് ഇവർ. കേവലം സാങ്കേതികത്വത്തിൻ്റെ പേരിലാണ് പുനരധിവാസ പട്ടികയിൽ ഉൾപ്പെടാത്തത് എന്നാണ് ഇവരുടെ പരാതി. തോട്ടം തൊഴിലും മറ്റും ആശ്രയിച്ചായിരുന്നു ദുരന്തത്തിന് മുമ്പ് ഇവരുടെ ജീവിതം. ഉരുൾ പൊട്ടിയൊലിച്ചെത്തിയ രാത്രിയിൽ ജീവനും കയ്യിൽ പിടിച്ച് ഓടിയതാണ്. നിലവിൽ വാടക അടക്കമുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിലും ദുരന്തബാധിത പട്ടികയ്ക്ക് പുറത്താണ് ഇവർ. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി അവിടെ വന്ന് ഇതെല്ലാം കണ്ടു, എല്ലാം നേരിട്ട് കണ്ട് പോയതാണ്. പക്ഷേ ഒരു ദേശീയ ദുരന്തമായൊന്നും കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചില്ല. അതോടൊപ്പം തന്നെ ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ പറഞ്ഞതുപോലെയുള്ള ഒരു സഹായമൊന്നും മറ്റ് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നത് പോലെ, അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന പോലെ ലഭിച്ചില്ല എന്നാണ് ഇവിടെ സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 772 കോടി രൂപ കിട്ടിയിട്ടും അതും വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് ദുരന്തത്തിൽ താൽക്കാലിക പുനരധിവാസത്തിന് സൗകര്യമൊരുക്കിയ സർക്കാർ എത്രയും വേഗം സ്ഥിര പുനരധിവാസം വാഗ്ദാനം ചെയ്തിരുന്നതാണ്. പക്ഷേ അതൊന്നും നടക്കുന്നില്ല. എല്ലാം മെല്ലെപ്പോക്കാണ്. മെല്ലെപ്പോക്കിലാണ്. ദുരന്തബാധിതർക്കുള്ള ടൗൺഷിപ്പിനായി കൽപ്പറ്റയിലെ എൽസ്റ്റൺ എസ്റ്റേറ്റ് ഏറ്റെടുത്ത് നിർമ്മാണം തുടങ്ങിയതേ ഉള്ളൂ. കാരണം ഇത്രയും സമയം ഒരു വർഷമായല്ലോ. നമ്മളൊരു വീട് വെക്കണമെങ്കിൽ ഒരു 4 മാസം കൊണ്ട്, സാധാരണ ഒരാൾ വീട് വെക്കുന്നത് 4-5 മാസം കൊണ്ട് തീർക്കേണ്ടതാണ്. ഇപ്പോൾ 3 മാസത്തിൽ പോലും തീർക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ളൊരു വീടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഒരു ശൗചാലയം, സിറ്റൗട്ട്, അടുക്കള, സ്ലാബ്, അതോടൊപ്പം തന്നെ ഒരു ഡൈനിങ് ഹാള്, അങ്ങനെ കുറച്ച് ചെറിയൊരു വീടാണ്. വലിയ വീടൊന്നും അല്ല. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ 4 മാസം കൊണ്ട് പൂർത്തിയാവേണ്ടതാണ്. പക്ഷേ അതിങ്ങനെ നീണ്ടു പോകുന്നു. ഇപ്പോൾ ഈ മഴ വരെ പെയിൻ്റ് അടിക്കാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതിന് മുന്നേ തീർത്തിരുന്നെങ്കിൽ ഇത്രയധികം പ്രശ്നങ്ങൾ വരില്ലായിരുന്നു. അപ്പോൾ ഇത് ഭയങ്കരമായൊരു മെല്ലെപ്പോക്കിന് കാരണമായിട്ടുണ്ട്. സർക്കാരിനും ഇത് വലിയൊരു ഇതായിട്ടുണ്ട്. ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിന് മുമ്പായിട്ടെങ്കിലും പൂർത്തിയായില്ലെങ്കിൽ അത് സർക്കാരിനൊരു തിരിച്ചടി തന്നെയായി മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത, ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന തുക എന്ത് ചെയ്യുന്നു, അത് വകമാറ്റുന്നോ എന്നുള്ള കാര്യങ്ങളിൽ കേരളീയ പൊതുസമൂഹത്തിന് വലിയ സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്രയും പൈസയൊക്കെ വന്നിട്ട് അതെന്താണ്? കഴിഞ്ഞ തവണ ഇങ്ങനെ പ്രളയം വന്നപ്പോൾ
ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പൈസ വകമാറ്റി, അല്ലെങ്കിൽ ഈ ഷുഹൈബ് വധത്തിലെ പ്രതികളുടെ വക്കീലിന് കൊടുക്കാൻ ആ പൈസ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആരോപണങ്ങളാണോ സത്യമാണോ എന്നൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും എന്തായാലും അതിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു ട്രാൻസ്പാരൻസി പിന്നീടില്ലായിരുന്നു. അതായത് ആദ്യം ഈ എത്രത്തോളം രൂപയാണ് അവിടെ ഫണ്ടിൽ വരുന്നത്, ഇത് എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നൊക്കെ ഉള്ളത് പൊതുജനത്തിന് അക്സസിബിൾ ആയിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് പിന്നീട് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് അത് പിന്നീട് ആ ഒരു കാര്യം ഒരു എന്താ പറയുക ട്രാൻസ്പാരൻസി നഷ്ടപ്പെട്ട് പിന്നീട് ആ തുക എന്തിനാണ് വിനിയോഗിക്കുന്നത്, എത്രത്തോളമാണ് ഫണ്ടിലേക്ക് വന്നത്, പ്രളയത്തിന്റെ സമയത്തുള്ള കാര്യമാണ് പറയുന്നത്. ക്ഷമിക്കണം, അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ചൂരൽമല ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പണം ഒഴുകുന്നത് വളരെ കുറവായിരുന്നു. അതായത് താരതമ്യേന നോക്കുമ്പോൾ കുറവായിരുന്നു എന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും താരതമ്യേന ഈ പറഞ്ഞതുപോലെ ഫണ്ട് വരുന്ന കാര്യത്തിലും അതോടൊപ്പം തന്നെ അത് കൃത്യമായ കൈകളിലേക്ക് തന്നെയാണോ എത്തുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. കാരണം ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇപ്പോൾ പറഞ്ഞതുപോലെ ആടിനെ വിറ്റും അതോടൊപ്പം പൈസ കൊച്ചുകുട്ടികൾ വരെ അവർ കിട്ടുന്ന ചെറിയ പൈസ ശേഖരിച്ച് വെച്ചതുപോലും കൊണ്ടൊന്ന് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് സുതാര്യമാണോ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നത് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ തന്നെ അവരുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് പ്രതിസന്ധികളെ അവസരമാക്കി മുന്നേറുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതിനെ കളിയാക്കി വന്നിരുന്നു ദുരന്തങ്ങളെ അവസരമാക്കി മുന്നേറുക. അതായത് ഇതുപോലത്തെ പ്രളയ സമയങ്ങളിലും അല്ലെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്ത സമയങ്ങളിൽ ഇവർക്ക് കിട്ടുന്ന ഫണ്ടുകൾ അതൊരു അവസരമാക്കി എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രകൃതി ദുരന്തങ്ങളെ അവസരമാക്കി എടുക്കുന്ന സർക്കാർ എന്നുള്ള രീതിയിലൊക്കെ ആ മോട്ടോയെ അവർ വ്യാഖ്യാനിച്ചിരുന്നു ഇടത് വിരുദ്ധ ശക്തികൾ. അപ്പൊ എന്തായാലും അത്തരത്തിൽ ഒരു ആക്ഷേപം ഇപ്പോൾ ഈ സർക്കാരിനുണ്ട്. ഈ സർക്കാർ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ അവരെങ്ങനെയാണ് അതിനെ പ്രതിരോധിക്കുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അതിന് യാതൊരു പ്രതിരോധങ്ങളും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. തീർച്ചയായിട്ടും. അതായത് ഈ പറഞ്ഞ പോലെ പ്രതിപക്ഷം പോലും ഇത് വേണ്ട വിധത്തിൽ വലിയ ചർച്ചയാക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പ്രതിപക്ഷത്തിന് ഈ പറഞ്ഞ പോലെ വലിയൊരു ആയുധമാക്കാൻ പറ്റുന്ന ഒരു വിഷയം കൂടിയായിരുന്നു. കാരണം ഇതൊരു പുനരധിവാസം നടക്കുന്നില്ല, അവർ ഇപ്പോഴും വാടക വീട്ടിൽ കഴിയുന്നു, വാടക കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സ്വന്തമായിട്ടൊരു വീട് കിട്ടുക എന്നുള്ളതാണല്ലോ ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നം. അതുമാത്രമല്ല അവർ സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നവരാണ്. അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് സ്വന്തം മണ്ണിൽ അത് പ്രതിപക്ഷത്തിന് എങ്ങനെയാണ് അത് ആയുധമാക്കാൻ പറ്റുന്നത്? ഇപ്പോൾ അവിടെ തന്നെ ചൂരൽമലയിൽ തന്നെ 100ഓളം വീടുകൾ വച്ചു നൽകാമെന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ യുവ നേതാവായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കുറച്ച് ഏകദേശം 100 കോടിയോളം രൂപ അല്ല. കോൺഗ്രസിന് അതെങ്ങനെയാണ് അതുപോലെ ഒരു ആശയം, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തിന് ഒരിക്കലും അതൊരു പ്രതിഷേധമായി മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചൂരൽമലയിൽ തന്നെ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ അവിടെ വീട് വെച്ച് നൽകും, 100 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുമെന്നൊക്കെ പറഞ്ഞു. അത്തരത്തിൽ ഫണ്ടുകളെല്ലാം കളക്ട് ചെയ്തിരുന്നു. പിന്നീട് ആ ഫണ്ടുകളിൽ എത്ര രൂപ മുക്കി എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അവർക്കും തിരിച്ച് ഇതിനെ ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇവിടെ തിരിച്ച് അവിടുന്ന് ഇങ്ങോട്ട് ഒരു ആക്രമണം ഉണ്ടാവും. അതുകൊണ്ട് കോൺഗ്രസിനും മിണ്ടാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ഇതിൽ ഇത് കിട്ടേണ്ട അർഹതപ്പെട്ടവർക്ക് ഇത് കിട്ടേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അത് എത്രയും പെട്ടെന്ന് പ്രാവർത്തികമാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.